ഹിമാലയൻ 450. നമുക്കിതിനെപ്പറ്റി കുറച്ച് സംസാരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, റിവ്യൂ അല്ല, സ്പെക്കല്ല. 1 ഇയറായി ഞാൻ വണ്ടി എടുത്തിട്ട്. ഈ വണ്ടീനെ പറ്റി എനിക്ക് എന്താണ് പറയാനുള്ളത്, ഈ വണ്ടി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ. കൂടുതലും ഞാൻ പറയുന്നത് സർവീസിൻ്റെ സൈഡിൽ നിന്നാണ്. അത് മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്ത് സംസാരിക്കാൻ പോകുന്നത്. കാരണം അതിൻ്റെ കാര്യം ഞാൻ റോട്ടിൽ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു നല്ല റോഡ് പിടിച്ചിട്ട് ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ച് തുടങ്ങാം. ഇത് മെയിനായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, ഇത് എടുക്കാൻ പോകുന്ന ഒരാൾ, അതായത് കുറേ കാറ്റഗറീസിലെ പെട്ട ആൾക്കാരും ചിലപ്പോൾ ഈ വീഡിയോയിലേക്ക് വന്നെത്തുക. എടുക്കാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ അവർ കണ്ടാൽ മതി. എടുത്തിട്ടില്ല, എടുക്കാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു, അവർക്കാണ് മെയിനായിട്ട് ഈ വീഡിയോ ഉപകാരപ്പെടുള്ളൂ. ഞാൻ കൂടുതലും പറയാൻ നെഗറ്റീവ് സൈഡായിരിക്കും. പോസിറ്റീവ് ഒരുപാടുണ്ട്, പക്ഷേ കൂടുതലും പറയാൻ നെഗറ്റീവ് സൈഡാണ്. കാരണം എടുക്കാൻ പോകുന്ന ഒരാൾക്ക് ആ നെഗറ്റീവ്സ് ആൾക്ക് ഓക്കെ ആണോ എന്നറിയണം. എന്നാൽ മാത്രമേ അവനക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, ഹാപ്പി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വഴിയെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. നല്ല റോഡ് പിടിക്കട്ടെ. നമ്മൾ ടൗണിലത്തെ തിരക്കിൽ നിന്നൊക്കെ മാറി അത്യാവശ്യം ശാന്തമായൊരു റൂട്ട് പിടിച്ചിട്ടുണ്ട്. ഈ റൂട്ട് കുറച്ചുകൂടെ പോയാൽ മനസ്സിലാവും. ഞാൻ സ്പെഷ്യലി എടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഹിമാലയൻ എവിടെ നിന്ന് തുടങ്ങും? ആക്ച്വലി ഞാൻ ആദ്യം പറഞ്ഞില്ലേ, പെക്കോ ഡീറ്റെയിൽസും അല്ല, ഒരു യൂസർ റിവ്യൂ ആണ്. അതായത് ഡീറ്റെയിൽഡ് റിവ്യൂ അല്ല. ഞാൻ ഉപയോഗിച്ച് ഇതൊക്കെ ഫേസ് ചെയ്ത് തോന്നുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് മുഴുവൻ കാണുന്നുണ്ടെങ്കിൽ ഇത് എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാൾ കാണാം. നേരത്തെ പറഞ്ഞതിന്റെ പുറത്ത് വേറൊന്നുമില്ല. നിങ്ങൾ വണ്ടീനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാനാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരിക്കലും യൂസ്ഫുൾ ആയിരിക്കില്ല. കാരണം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനെ പറ്റി ഒന്നും പറയുന്നില്ല. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കയറാം. ഞാൻ ഈ വണ്ടി എടുക്കുന്നത് ഫെബ്രുവരിയിലാണ് ഞാൻ വണ്ടി എടുക്കുന്നത്. അതായത് ഫസ്റ്റ് ബാച്ച് തന്നെയാണ് ഞാൻ വണ്ടി എടുത്തത്. 2025 മോഡൽ തന്നെയായിരുന്നു. അവിടെ തൊട്ട് ഞാൻ വണ്ടി എടുത്ത് 1 മന്ത് കൊണ്ട് നടന്നു. ഞാൻ ആക്ച്വലി ഒരു ഡിയോ ലൈക്ക് 110 cc എന്നാണ് ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഹിമാലയൻ 450 എടുത്തിട്ട് 1 മന്തിൽ തന്നെ എനിക്കൊരു നൈസ് ആക്സിഡന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് എടുത്ത് 30-ാം നാൾ തന്നെ എനിക്കത് കിട്ടി. ടോൾ പ്ലാസയുടെ അടുത്ത് വെച്ചിട്ട് ഒരു ലോറി യൂട്ടേൺ എടുക്കായിരുന്നു. ഞാൻ അവന്റെ സൈഡിൽ പറ്റിയതുപോലെ അങ്ങോട്ട് കയറി. എന്നിട്ട് ഞാൻ വണ്ടി നേരെ സർവീസ് സെന്ററിൽ കയറ്റി. വണ്ടി റണ്ണിങ് കണ്ടീഷൻ ആയിരുന്നു. ഞാൻ നേരെ കൊണ്ടുപോയി സർവീസിൽ കയറ്റി. അപ്പൊ അന്ന് അവരെന്നോട് പറഞ്ഞു, വണ്ടി പുതിയ വണ്ടിയാണ്, ഇറങ്ങിയിട്ടുള്ളൂ, നമുക്ക് ക്ലെയിം ചെയ്യാം, പക്ഷേ പാർട്സ് കിട്ടാൻ ഡിലേ വരും. ക്വൈറ്റ് നാച്ചുറൽ. ഞാനൊന്നും പറഞ്ഞില്ല, എന്റെ കയ്യിൽ നിന്ന് പറ്റിയ ഫോൾട്ടാണ്, ഓക്കെ എന്തെങ്കിലും ആവട്ടെ, വണ്ടി എനിക്ക് പഴയ പോലെ ആക്കി തന്നാൽ മതി. എന്താ പ്രശ്നങ്ങളുള്ളതൊക്കെ ഒന്ന് നോക്കി കണ്ടുപിടിച്ച് എനിക്ക് പാർട്സ് ഇത്തിരി വൈകിയാലും സൊല്യൂഷൻ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് സർവീസ് സെന്ററിൽ കയറ്റി. തൃശ്ശൂരിലുള്ള ഒരു സർവീസ് സെന്ററിൽ തന്നെയാണ് കയറ്റിയത്. ഞാൻ സർവീസ് സെന്ററിന്റെ ഭാഗത്ത് എനിക്ക് ഒരുപാട് മോശം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് എങ്ങനെ പോയാലും ഒരു 8 മാസത്തിന് മുകളിലുള്ളതായിരുന്നു. ഞാൻ സർവീസ് സെന്ററിന്റെ പേരും കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. ഇനിയും അതുപോലത്തെ പേരാണെന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാതെ പറ്റില്ല. തൽക്കാലത്തേക്ക് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ഞാൻ വണ്ടി കൊടുത്തു. 3 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് വണ്ടി കിട്ടിയത്. അതില് 2 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്സ് വരാനുള്ള ഡിലേ ആണെന്ന് വിചാരിക്കും. പക്ഷെ ബാക്കിയുള്ള 1 മാസം അവരെന്നെ നല്ലതുപോലെ വലിപ്പിച്ചു. ലൈക്ക് പണി അറിയില്ല എന്ന് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡിന്റെ സർവീസ് സെന്റർ ആർക്കും പണി അറിയില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഭൂരിഭാഗവും പണി അറിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ആക്സിഡന്റിൽ എനിക്ക് കിട്ടിയത് ഇവിടെ ഒരു ഡെന്റ് ഉണ്ടായിരുന്നു. ഈ സാധനം വന്ന് ഇത് മടിച്ചൊരു ഡെന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഹാൻഡിൽ ബെൻഡ് ആയിട്ടുണ്ടായിരുന്നു. വൈസർ മാറേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതൊക്കെ മാറി. എനിക്ക് വന്നിട്ടുള്ള പ്രശ്നം ഈ ചാർജർ ഉണ്ടല്ലോ, ഈ സാധനം അവർ ഫിറ്റ് ചെയ്യാൻ നേരത്ത് ഇപ്പൊ ഞാൻ വേറൊരു കേസൂടെ പറയാം. ഞാൻ ടെക്നിക്കലി അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല, അതുകൊണ്ട് ഞാൻ എന്റെ സംസാരത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു വോൾട്ടിന്റെ ഇടയിൽ വെച്ചിട്ട്
ടൈറ്റ് ആക്കി തന്നേക്കായിരുന്നു എനിക്ക് ഒരു ചാർജിങ് പോർട്ട്. അപ്പൊ അത് ഇതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ്, അതിന് സ്ഥലമില്ല ഇരിക്കാൻ, അവിടെ പ്രസ്സായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ടായില്ല. അപ്പൊ എനിക്ക് ഒരു വണ്ടി തന്നപ്പോ 3-4 തവണ വണ്ടി കയറ്റി ഇറക്കിയിട്ട് ഇങ്ങനത്തെ ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള പ്രശ്നങ്ങൾ സൊല്യൂഷൻ അവർക്ക് തരാൻ പറ്റാണ്, അതായത് പ്രോപ്പറായിട്ട് പണിത് തരാൻ പറ്റാണ്. അങ്ങനെ ഈ സാധനം പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇവന്മാർ ഈ പൊട്ടിയത് പോലും മാറ്റാണ്ട് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ട് ഗ്ലൂ ചെയ്തു തന്നു, അതായത് സൂപ്പർ ഗ്ലൂ ചെയ്തു തന്നു. അന്ന് ഞാൻ അത് എന്നിട്ട് ഈ പറഞ്ഞ പോലെ കൊണ്ടുപോയി ആ വണ്ടി എടുക്കാൻ നിൽക്കുന്ന ടൈമിൽ വേറെ എന്തോ ഇഷ്യൂ ശ്രദ്ധിച്ചപ്പോ ഞാൻ നല്ലോണം ഫയറായി അവരുടെ അടുത്ത്. ആ ഫയറായി നിൽക്കുന്നതിന്റെ ഇടയിലാണ് ഈ ഗമ്മൊട്ടിച്ച് വെച്ചിട്ട് ഈ ഒരു അവസ്ഥ ഞാൻ കണ്ടത്. ഞാൻ നല്ല പോലെ കളിച്ച് സംസാരിച്ചു. അങ്ങനെ ഞാൻ അവിടത്തെ പണി എനിക്ക് വേണ്ട, അതായത് ഈ ഒരു സൈഡൊക്കെ കാണുമെന്ന് എനിക്കറിയില്ല. ഇവിടത്തെ ഒരു പ്ലാസ്റ്റിക് പീസ് ഉണ്ട്, ആ പീസ് ഒന്നും പ്രോപ്പർ ആയിട്ടല്ല വെച്ചിട്ടുള്ളത്, ആകെ പൊട്ടി, അതായത് വിണ്ടിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ പണി വേണ്ട, എനിക്ക് സർവീസ് സെന്റർ, നിങ്ങളുടെ തന്നെ സർവീസ് സെന്റർ വേറെ മാറ്റി തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ വേറെ തന്നെ സർവീസ് സെന്റർ എനിക്ക് മാറ്റി തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വണ്ടി നേരെയും കൊണ്ട് അവരുടെ പെർമിഷനോട് കൂടെ അവരുടേതായിട്ടുള്ള തന്നെ വേറെ സർവീസ് സെന്റർ കയറ്റി. അവിടെ എനിക്ക് ഇട്ടുള്ള കാര്യം പറയാലോ, അത്യാവശ്യം തുടക്കത്തിൽ നല്ലൊരു സർവീസ് കിട്ടി, എല്ലാം അവർ അടിപൊളിയാക്കി തന്നു, പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആയിരുന്നു. അങ്ങനെ പോവെ പിന്നെ നോർമൽ സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി, കുറച്ച് നാൾ അങ്ങനെ പോയി. പിന്നെ ഈ സ്വിച്ച് മഴക്കാലായി, അതൊക്കെ കഴിഞ്ഞ് ഫെബ്രുവരിയിൽ വണ്ടി എടുത്തിട്ട് 3 മാസം കഴിയുമ്പോഴേക്കും മഴക്കാലായി, അറിയാലോ. മഴ കൊണ്ടു തുടങ്ങിയപ്പോ ഈ സ്വിച്ച്, നമുക്ക് ഈ ജോയ്സ്റ്റിക്ക് വെച്ചിട്ട് ഈ ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ളതാണല്ലോ, ഈ സ്വിച്ച് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി തുടങ്ങി. ലൈക്ക് ഒരു മഴ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കഴിഞ്ഞോട്ടോ ഇവിടെയൊക്കെ തെറ്റിപ്പോയി. അപ്പൊ മഴ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാനാണല്ലോ, ഈ സാധനം താഴേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മുകളിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി താഴേക്ക് പോകും. ഓരോന്നിന് ഭയങ്കര ഡിലേ ആയി. അപ്പൊ അത് ഞാൻ സർവീസ് സെന്ററിൽ കൊണ്ട് കാണിച്ചു. അതായത് ഞാൻ കംപ്ലൈന്റുകളല്ലാട്ടോ എണ്ണി പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിച്ചാൽ മതി. മഴക്കാലമായപ്പോ ഞാൻ വീണ്ടും സർവീസ് സെന്ററിലേക്ക് പോയി. എന്തിന്? യാതൊരു വക കുഴപ്പമില്ല, ഇങ്ങനത്തെ ചെറിയ കംപ്ലൈന്റുകൾ. വീണ്ടും സർവീസ് സെന്ററിൽ പോയി, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അവിടെ ചെന്നപ്പോണ്ടാ വണ്ടി ഉണങ്ങി, മഴ ഇല്ലാത്തൊരു ടൈമായിരുന്നു. അവിടെ പോയപ്പോ പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ്, എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഓക്കെ, അവരെന്നോട് പറഞ്ഞ വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ബ്രോ, അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അതും അങ്ങനത്തെ പൊന്നേ, അതും അങ്ങനെ വിട്ടു. എന്നിട്ട് വീണ്ടും മഴ കൊണ്ടപ്പോ ഇതേ ഇഷ്യൂ. ഞാൻ വീഡിയോ എടുത്ത് നേരെ അങ്ങോട്ട് പോയി. എന്നിട്ട് കാണിച്ചു കൊടുത്തപ്പോ എനിക്ക് ആ സർവീസ് സെന്ററിൽ വെച്ചിട്ട് ഇഷ്യൂ ഫീൽ ചെയ്തു. അതായത് അവർ കണ്ടു അത്. ഓക്കെ, വാറണ്ടിയിൽ മാറ്റി തരാം, മെയിൽ ഇടണം, നമുക്ക് വീഡിയോ എടുക്കണം, വണ്ടി ഇവിടെ വെക്കണം, തേങ്ങ മാങ്ങ. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല അവരുടെ അടുത്ത്. കാരണം ഞാൻ ഒരു ബൈക്ക് എന്ന രീതിക്ക് ഇതിലേക്കാണ് എനിക്ക് ഫസ്റ്റ് വരുന്നത്. മിക്ക ബ്രാൻഡുകളും സർവീസൊക്കെ മൂർച്ച സർവീസ് തന്നെ അറിയാം. എന്നാലും നമ്മൾ ഇത്ര വില കൊടുത്തൊരു വണ്ടി എടുത്തിട്ട് എന്നും അത് സർവീസ് സെന്ററിൽ കയറ്റി വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ അത് പിന്നെയും സർവീസ് സെന്ററിൽ കയറ്റി. പിന്നെ അടുത്ത കംപ്ലൈന്റിലേക്ക് പോകുന്നതിന് മുമ്പ് അത് നെഗറ്റീവ് അടിക്കണ്ട കേട്ടോ, ഈ വണ്ടിക്ക് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് റിവ്യൂസ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ബാക്കി വീഡിയോസില്. ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് ഫേസ് ചെയ്ത കംപ്ലൈന്റുകൾ മാത്രമാണ്. ഇതിന്റെ ഒരുപാട് നല്ല, എന്താ പറയാ, അത്രയും ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് മറച്ചു വെച്ച് ഞാൻ നെഗറ്റീവ് അടിച്ചോണ്ടിരിക്കല്ല. ഇത് എന്റെ വണ്ടിയാണ്, ഞാൻ ആരുടെയും വണ്ടി മേടിച്ചിട്ട് റിവ്യൂ ചെയ്യുന്നതല്ല, എന്റെ സ്വന്തം വണ്ടിയാണ്. അപ്പൊ എനിക്ക് അതെന്തൊക്കെ ഫീൽ ചെയ്തിട്ട് പോകുന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. അപ്പോ അടുത്ത കംപ്ലൈന്റിന് ഞാൻ വേറൊരു കേസ് പറയാം. ഈ ഒരു വണ്ടി സ്വന്താക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് വണ്ടിയായിട്ട് അത്രയും ഒബ്സെറ്റ് ആവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവൻ ഇത്തിരി കഷ്ടപ്പെടും. അവൻക്ക് നല്ല രീതിയിൽ അവന്റെ ഹൃദയം തകർക്കുന്ന ഒരു രീതിയാണ് അവൻ ഈ വണ്ടി പർച്ചേസ് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്. കാരണം റോയൽ എൻഫീൽഡ് ആയിട്ടുള്ള ഒരു ടോക്സിക് റിലേഷൻ ആണ് പറയാം. അതായത് റോയൽ എൻഫീൽഡിന്റെ ഒരു ബൈക്കാണ് നീ ഇപ്പൊ ഓൺ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ വണ്ടിയായിട്ട് നീ ഒരു ടോക്സിക് റിലേഷനിലായിരിക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് വണ്ടിയുടെ ഭാഗത്ത് നീ അത്രയും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓ, ഞാനിത് പർച്ചേസ്, അതായത് ഈ വണ്ടി വാങ്ങുന്ന മൈൻഡില് കയറിയ ഒരാളാണെന്നുണ്ടെങ്കിൽ അവനോടാണ് കേട്ടോ പറയുന്നത്, അല്ലെങ്കിൽ അയാളോടാണ്, ആ ബ്രോനോടാണ് പറയുന്നത്. വണ്ടിയായിട്ട് നിനക്ക് അത്രയും നല്ലൊരു റിലേഷനിലായിരിക്കും, നിനക്ക് ആ വണ്ടി അത്രയും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നീ ഒരു ടൂറിംഗ് നോക്കണമെന്നുണ്ടെങ്കിൽ, ഓഫ് റോഡിങ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നോക്കണമെന്നുണ്ടെങ്കിൽ
എല്ലാവരും ഇരിക്കാവുന്ന നിനക്ക് സപ്പോർട്ടായിരിക്കും. നിനക്ക് നല്ല കംഫർട്ട് തരും, ഹൈവേയിൽ നല്ല കംഫർട്ട് തരും, ഓഫ് റോഡിൽ നല്ല കംഫർട്ട് തരും, ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷേ ടോക്സിക് റിലേഷൻ തന്നെയാണ് അത് എന്തൊക്കെ പറഞ്ഞാലും. കാരണം ഓരോരോ ചെറിയ കാര്യങ്ങൾക്ക് നീ ഈ വണ്ടി ഇങ്ങനെ കൊണ്ടു നടക്കേണ്ടി വരും. അതായത് ഞാൻ പറഞ്ഞല്ലോ, വണ്ടിയായിട്ട് അത്രയും ഒബ്സസ്ഡ് ആവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഇഷ്യൂ മതി നമുക്ക് ആ വണ്ടി ഒരു തെരുവിൽ വേണം. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ചെറിയൊരു കംപ്ലൈന്റ് കിട്ടിയാൽ പോലും നമ്മുടെ മൈൻഡും വരും. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ചെറിയൊരു കംപ്ലൈന്റ് കിട്ടിയാൽ തന്നെ ഞാൻ ആകെ ഡിപ്രസ്ഡ് അല്ല, സോറി ഡിപ്രസ്ഡ് ഒന്നല്ല, ആകെപ്പാടെ മൈൻഡ് ചാവും. ഓ കണ്ട വരുന്നവര് കണ്ട ആ ഒരു പ്രൗഢി കണ്ട, പ്രൗഢി മാത്രമേ ഉള്ളൂ. അപ്പോ അത് ഭയങ്കരമായിട്ട് നമ്മള് മൈൻഡ് ചാവും, ശരിക്കും ചാവും. അതെന്തോടാന്ന് വെച്ച് കഴിഞ്ഞാല് വണ്ടി എടുക്കുക, സർവീസ് സെന്ററിൽ കയറ്റുക, സർവീസ് സെന്ററിൽ നടക്കുക, വണ്ടി ഓടിക്കുക, സർവീസ് സെന്ററിൽ കയറ്റുക. അതായിരിക്കും ഇങ്ങനത്തെ വണ്ടികളൊക്കെ എടുത്താനുള്ള ഒരു കുഴപ്പം. പക്ഷെ ഞാൻ ഇത് എന്റെ മാത്രം എക്സ്പീരിയൻസിൽ പറയുന്നതല്ല കേട്ടോ. ഞാനൊരു 450 ഗ്രൂപ്പിലോ ഒരു മെമ്പറാണ്. കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും, അതായത് ഗ്രൂപ്പിൽ എടുത്തിട്ട് ഇന്ന സംഭവം ഉണ്ടാ, എനിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടെന്ന് ഫോട്ടോ അടക്കം ഇട്ട് കൊടുക്കും. അപ്പൊ പറയും, അപ്പൊ ഓരോരുത്തർ സെയിം എനിക്ക് ഇതെനിക്ക് കിട്ടിയിട്ടുണ്ടായി. ആ ഒരു എക്സ്പീരിയൻസ് കൂടെ വെച്ചിട്ട് പറയാണ്, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ ഒരു ധൈര്യത്തിലും കൂടെയാണ് പറയുന്നത് കേട്ടോ, ഈ വക കംപ്ലൈന്റുകളൊക്കെ ഉണ്ടാവും. അതിന് ശേഷം ഈ ജോയ്സ്റ്റിക്കിന്റെ സംഭവം കഴിഞ്ഞ പിന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കംപ്ലൈന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്കല്ല കേട്ടോ, നീ പറഞ്ഞിരുന്നല്ലോ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അവന്മാര് പറയും ഈ സംഭവം എനിക്കും ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ സംഭവിച്ചൊരു കേസ് ഉണ്ടായിരുന്നു. എന്റെ വണ്ടി നൈസായിട്ട് പഞ്ചറായി. പഞ്ചറായിരുന്നില്ല, പഞ്ചറിനല്ല ഞാൻ RC വെച്ചു. ഞാൻ RC എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിയിൽ ബാക്ക് പ്ലേറ്റ് ഉണ്ടാവില്ല, അതായത് എഞ്ചിന്റെ താഴെ നിൽക്കുന്ന ഒരു പ്ലേറ്റ്, എഞ്ചിൻ ഗാർഡ്. ആ ഒരു ഐറ്റം ലൂസായി ഇങ്ങനെ ചെയ്യുമ്പോ എഞ്ചിന്റെ ഉള്ളിൽ എന്തോ കിളിങ്ങണ പോലെ. എനിക്കറിയാത്ത പ്രശ്നമായിരുന്നു. ഞാൻ എഞ്ചിന്റെ ഉള്ളിൽ എന്തോ സൗണ്ട്, വണ്ടി സ്റ്റാർട്ട് ചെയ്തില്ല. കൊണ്ടുപോയി. ഇന്ന് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നാളെയും മറ്റന്നാൾ ഹോളിഡേയോ മറ്റോ ആയിരുന്നു. ശനിയാഴ്ച എന്തോ ഒരു ഹോളിഡേ പ്ലസ് സൺഡേ കൂടി ആയിരുന്നു. അപ്പൊ ഞാൻ വെള്ളിയാഴ്ച രാത്രി കൊടുത്തിട്ട് തിങ്കളാഴ്ചയാണ് എനിക്ക് വണ്ടി കിട്ടുന്നത്. അപ്പൊ അവരുടെ ഭാഗത്ത് അവരുടെ ഭാഗത്ത് നിന്ന് വന്നൊരു സപ്പോർട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ പറഞ്ഞു ഇങ്ങനെ ലൂസ് ആയിരുന്നു, അതിന്റെ ആയിരുന്നു സൗണ്ട്, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാന്ന്. എനിക്ക് കിട്ടിയൊരു പണി എന്താ, ഞാന് വണ്ടി അവിടെ വെച്ചിട്ട് പോയി. പിന്നെ കുറച്ച് ദിവസം വണ്ടി ഉണ്ടായിരുന്നില്ല കേട്ടാ. അതായത് ഓരോ ചെറിയ ഇഷ്യൂസ് വരുമ്പോഴും ഞാൻ നേരെ സർവീസ് സെന്ററിൽ കൊണ്ട് കൊടുക്കുകയാണ്, എന്നിട്ട് ഞാൻ തിരിച്ചു പോരുക. അപ്പൊ എനിക്ക് ഇത് ഞാൻ ഒട്ടും വിഷയമാക്കിയിട്ടുള്ള ഒരു കേസായിരുന്നില്ല, എന്നാലും ഞാൻ കാണിക്കുകയാണ്. ഇവിടെ എന്തോ ഒരു സ്ക്രാച്ച് എനിക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നു, സ്റ്റിക്കർ അടർത്തി പോകുന്ന എന്തോ ഒരു ഇഷ്യൂസ് അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കിട്ടിയ ഒരു പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സീറ്റ് ഇത് കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല, ഇവിടെ ഒരു ഹോളാണ്. അതുപോലെ ഇതൊരു ഹോളാണ്, ഇതൊരു ഹോളാണ്, ഇതൊരു ഹോളാണ്. ഞാൻ ഈ സീറ്റിന്റെ ഒക്കെ വില ഏകദേശം എങ്ങനെ പോയാലും ടൂറിംഗ് സീറ്റിന്റെ രണ്ടും കൂടെ 13,000 രൂപ കണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിനും വലിയ തിരക്കേടില്ലാത്തൊരു റേറ്റ് വരും. അത് കൊണ്ടു കൊടുത്തപ്പോ എനിക്ക് അവരാക്കി തന്നതായിരുന്നു ആ ഒരു പ്രശ്നം. അതായത് ഞാൻ അപ്പൊ തന്നെ അവളോട് വണ്ടി നിർത്തിയ ഇല്ല, ഞാൻ അപ്പൊ തന്നെ അത് കണ്ട വഴിക്ക് അവരുടെ അടുത്തേക്ക് പോയി. ഇങ്ങനൊരു കേസ് ഉണ്ട്, വണ്ടി വീണുണ്ടെന്ന് തോന്നുന്നുണ്ട്, സ്ക്രാച്ച് കിട്ടിയിട്ടുണ്ട്. മഡ് ഗാർഡിലെ സ്ക്രാച്ച് എനിക്ക് വിഷയമല്ല, അതൊരു ഫൈബർ പ്ലേറ്റ് ആണ്, മാറ്റാവുന്നതുണ്ട്. സീറ്റ് അങ്ങനെയല്ല, സീറ്റ് ഈ ഒരു ഹോളും വെച്ചിരുന്ന് മഴ നനഞ്ഞാല് അതിൽ വെള്ളം കയറും, ഞാൻ പിന്നെ അതിൽ ഇരുന്നാൽ എന്റെ പാന്റ് നനയും, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ പറഞ്ഞു. സ്റ്റിൽ ഒരു 6-8 മാസത്തിന് മുകളിലായിട്ടുണ്ട് കേട്ടോ ഈ ഹോൾ ഇങ്ങനെ വീണിട്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു എനിക്കിത് മാറ്റി തരണം, എന്റെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ളതല്ല, 100% നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, അതിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ്, എനിക്കത് എന്താ നോക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. മാനേജർ പറഞ്ഞു ഓക്കെ മിസ് ഞാനത് ശരിയാക്കി തരാം, പക്ഷെ ഇത് ഫിസിക്കൽ ഡാമേജ് ആയ കാരണം നമുക്ക് വാറന്റി ആഡ് ചെയ്യാൻ പറ്റില്ല. പറഞ്ഞു അത് എനിക്കറിയേണ്ട കാര്യമല്ല, നിങ്ങൾ സ്ക്രാച്ച് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി തരണം. അപ്പൊ അത് പറഞ്ഞു ഓക്കെ, ഞങ്ങൾ വല്ല ആക്സിഡന്റ് ആയിട്ട് വരുന്ന വണ്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും രീതിയിൽ ചോദിച്ചിട്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ട് ഞങ്ങൾ സീറ്റ് മാറ്റി തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പൊ അതായത് എല്ലാ വണ്ടിക്കും ഈ കളർ സീറ്റ് അല്ല വരുന്നത്, പോപ്പി ബ്ലൂവിനും പിന്നെ മറ്റേ റെഡിനും മാത്രമാണ്
ഈ സീറ്റ് വരുന്നത് എന്ന് തോന്നുന്നു എന്റെ അറിവില്ല. ഞാൻ പറഞ്ഞു ആ രണ്ട് വണ്ടി വന്നാലല്ല അപ്പൊ നിങ്ങളെ സീറ്റ് മാറ്റി തരുള്ളൂ. അതും ആക്സിഡന്റ് ആയാൽ അല്ല അങ്ങനെയല്ല, ഞങ്ങൾ നോക്കിയിട്ട് തന്നെ ചെയ്തു തരാന്ന് പറഞ്ഞു. ശരി എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞു അതും ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോയി. അപ്പൊ ഇവന്മാര് അയ്യോ, പിന്നെ അതിനെ പറ്റൊന്നും ഒരു ബന്ധവും ഇല്ല, ഒരു പിടുത്തവും ഇല്ല കേട്ടാ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഗോവയുടെ അല്ല, റോയൽ എൻഫീൽഡിന്റെ മോട്ടോർസ് വരുന്നുണ്ട് ഗോവയിൽ വെച്ചിട്ട്. അതിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതിന് പോയി വന്നപ്പോ 900 കിലോമീറ്റർ ഓടി കംപ്ലീറ്റ് ആയപ്പോ എഞ്ചിന്റെ ഉള്ളിൽ നിന്ന് നല്ല സൗണ്ട്. ഇനി അടുത്ത കോമൺ കംപ്ലൈന്റിലേക്കാണ് കേട്ടോ നമ്മൾ കിടക്കാൻ പോകുന്നത്. ആണ് കേട്ടോ അവിടെ. ആന ആ കാണുന്നത് ആനയാണ് ഗൈസ്. മോട്ടോഴ്സിൽ പോയി വന്നതിന് ശേഷം എന്റെ വണ്ടിയില് അവിടെ തൊട്ടാണ് മെയിൻ ആയിട്ട് പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയത്. സർവീസ് സെന്ററുകാർ ആയിട്ട് പോലും എന്റെ വണ്ടിയിൽ എഞ്ചിൻ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ ടൈമിംഗ് ചെയിന്റെ സൗണ്ടാണ്, ജാതി സൗണ്ട്. അപ്പൊ എനിക്കിതൊന്നും വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയാത്ത കാരണം ആ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവരുടെ കൊണ്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇല്ല ബ്രോ, ഇത് സൗണ്ടാണ്, ഒറ്റയ്ക്കുള്ള കോമൺ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണ്. അപ്പോ ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിലൊരു ഫ്രണ്ടിനോട് ഇങ്ങനൊരു സർവീസ് സെന്ററിൽ പറഞ്ഞു കോമൺ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണ്, അത് എല്ലാ വണ്ടിക്കും ഉണ്ടെന്ന്. അപ്പൊ ആൾ ചോദിച്ചു ഇത്ര എന്താ ബ്രോ എന്നോട് പറഞ്ഞ കോമൺ ആയിട്ടുള്ള കംപ്ലൈന്റ് ആണോ, അത് കോമൺ ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങളത് സൊല്യൂഷൻ തരേണ്ടതല്ലേ, അവർക്കൊന്നും പറയാനില്ല. ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായില്ല, കോമൺ ആയിട്ടുള്ള കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ എനിക്കൊന്ന് അപ്പുറത്തൊരു ഹിമാലയൻ ഫോക്കസ് ഇരിക്കുന്നുണ്ട്, എനിക്കതൊന്ന് സർവീസ് സ്റ്റാർട്ട് ചെയ്ത് തരണം, എനിക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഇല്ല ബ്രോ, അത് മറ്റേ എക്സോസ്റ്റ് ഒക്കെ മാറ്റിയ വണ്ടിയാണ്, സൗണ്ടിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ വിട്ടു. കാരണം നല്ല സൗണ്ട് കിട്ടോ, സൗണ്ട് ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്. അപ്പോ വീണ്ടും ഞാൻ അതായത് വണ്ടി കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വണ്ടി അവിടെ വെക്കണം, അവർക്ക് ചെക്ക് ചെയ്യണം, എന്നിട്ടേ സൊല്യൂഷൻ പറയാൻ പറ്റുള്ളൂ. എത്ര തവണ ഓരോ ചെറിയ കംപ്ലൈന്റ് ആ ഒരു രീതി മാറിയാൽ തന്നെ കുറെ സമാധാനം ഉണ്ടാവും. എത്ര തവണ വണ്ടി അവിടെ കൊണ്ട് വെച്ച് കൊടുത്ത് പോകുന്നുണ്ടെന്ന് അറിയാം. ഈ വീഡിയോ ലെങ്ത് ആണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ പറഞ്ഞല്ലോ, എന്നിട്ട് ആൾക്കാർ മാത്രം മേടിച്ചാൽ മതി, കണ്ടാൽ മതി, അല്ലാത്തവർക്ക് നിങ്ങൾ ടെക്നിക്കലി ഒന്നും കിട്ടാനില്ല. അപ്പോ ഞാൻ പറഞ്ഞു അല്ല സോറി, അപ്പൊ ഈ ഒരു സമ്പ്രദായം മാറിയാൽ തന്നെ ഓക്കെയാണ്. എന്നിട്ട് വീണ്ടും സൗണ്ട് ആയപ്പോ ഞാൻ അങ്ങോട്ട് ചെന്നു. അതായത് ഈ ഇഷ്യൂ ഉണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ ശരിയാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഇത് പറഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ടൈമിംഗ് ചെയിൻ മാറാൻ മാത്രമേ പറ്റുള്ളൂ, അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെന്റെ എഞ്ചിൻ ഹെഡ് അഴിച്ചു, ടൈമിംഗ് ചെയിനോ എന്തോ മാറാന്ന് പറഞ്ഞിട്ട് വീണ്ടും വണ്ടി അവിടെ കൊണ്ടുകൊടുക്കുക. ഇവന്മാരാണെങ്കിൽ എന്നെ വെള്ളിയാഴ്ച വിളിക്കുള്ളൂ, ഞാൻ അലമ്പുണ്ടാക്കി തുടങ്ങിയ പിന്നെ. വെള്ളിയാഴ്ച വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ശനിയാഴ്ച കിട്ടില്ല എന്ന് പറഞ്ഞ് തിങ്കളാഴ്ചക്ക് തന്നാൽ മതിയെന്നോ. മിക്കപ്പോഴും അങ്ങനെ ചെയ്തിരുന്നത്. അപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ കൊണ്ടു കൊടുത്താവുമ്പോൾ എനിക്ക് ടൈമിംഗ് ചെയ്യലോ മറ്റോ മാറി തന്നു, ഞാൻ ഓടിച്ചു നടന്നു. പക്ഷെ അത് മാറിയിട്ട് പോലും യാതൊരു വക വ്യത്യാസം ഉണ്ടായിരുന്നില്ല. കാരണം വണ്ടി ഐഡിയലിൽ ഇട്ടാൽ തന്നെ ഈ പറഞ്ഞ പോലെ കഥ 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 സൗണ്ട് കേട്ടോണ്ടിരിക്കും. അങ്ങനെ അതും അവസാനിപ്പിച്ചു. എന്നിട്ട് ഞാൻ മെയിൽ ഇട്ട് തുടങ്ങി. എന്നോട് ആരോ പറഞ്ഞു മെയിൽ ഇട്ടാൽ തന്നെ അവർ കോർപ്പറേറ്റ് സപ്പോർട്ട് കിട്ടുള്ളൂ. മെയിലും ഒരു സർവീസ് അപ്പൊ വിളിക്കും ചെയ്തു. വിളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് മലയാളത്തിൽ എന്നൊരു ഓപ്ഷൻ ഇല്ല, ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ്. കഷ്ടപ്പെട്ട് തപ്പിത്തടഞ്ഞ് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. വൺസ് നമ്മള് ഒരു ഉപകാരം ഉണ്ട് കേട്ടോ, ഉപകാരം എന്ന് പറയാൻ പറ്റില്ല, പേടിച്ചിട്ടാണ്. വൺസ് നമ്മൾ അവരെ റോയൽ എൻഫീൽഡിന്റെ സപ്പോർട്ട് തേടി കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിലോ അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ടോൾ ഫ്രീയിൽ വിളിച്ച് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാല് മറ്റേ ഒട്ടഞ്ഞെണീറ്റ് വരും. അയ്യോ സാർ എന്താ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തെന്നല്ല, എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിപ്പടഞ്ഞു വരും.
അപ്പൊ എനിക്ക് എന്താ പോലും പണ്ടാറ് ഇങ്ങനെ മരൊക്കെ വെറുപ്പിച്ചിട്ട് മരത്തെ ഇങ്ങനെ താഴ്ന്നു നിക്കണ. അപ്പൊ ഞാൻ പറയും എന്റെ ഇഷ്യൂ ഇതാണ് സാറേ, ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറയും. അപ്പൊ ഞാൻ പറയും വേണ്ട, നോക്കണ്ട, എനിക്ക് കംപ്ലൈന്റ് സൊല്യൂഷൻ തന്നാൽ മതി. ഇത്രയും നാളും ഞാൻ വണ്ടി മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവരാത്ത മാസങ്ങളില്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഈ വണ്ടി മേടിച്ചിട്ട് മാസത്തിൽ ഒരാഴ്ച എന്റെ വണ്ടി സർവീസ് സെന്ററിലാണ്. ഈ ഒരു കൊല്ലത്തോളായിട്ട് ഇപ്പത്തെ ഒരു കംപ്ലൈന്റ് ഇല്ലാതെ ഞാൻ പറഞ്ഞത്, മാസത്തിൽ കുറച്ച് ഒരാഴ്ച എന്റെ വണ്ടി സർവീസ് സെന്ററിലാണ്. അപ്പൊ അതങ്ങനെ. അപ്പൊ അവന്മാർക്ക് മെയിൽ അയച്ച പിന്നെ ഞാൻ പറഞ്ഞു വണ്ടി തരാൻ പറ്റില്ല, നിങ്ങൾ സർവീസ് ചെയ്ത് തരാന്നുണ്ടെങ്കിൽ സർവീസ് ചെയ്ത് തന്നാൽ മതി, അല്ലാണ്ട് വണ്ടി വെച്ചിട്ട് പോലും നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ശരി, ഓക്കെ, ഞങ്ങള് ഹെഡ് മാറി തരാം. അതായത് ഹെഡ് മാറുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ട്സിനൊക്കെ ഈ സൗണ്ട് വന്നിട്ട്, അതായത് ഒരു വണ്ടി അല്ലാന്ന് ആലോചിക്കണം, എന്റെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു സൗണ്ട് വന്നിട്ട് ഹെഡ് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ബ്രോ അപ്പൊ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ ബ്രോ അങ്ങനെ എല്ലാവർക്കും മാറാൻ പറ്റില്ല, നമുക്ക് സൗണ്ട് ഐഡന്റിഫൈ ചെയ്ത് സൗണ്ട് കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ മാറാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു ബ്രോ എന്റെ വണ്ടിയിൽ നിന്ന് കേട്ടോണ്ടിരിക്കുന്നത് എന്തുട്ടാ, ഒട്ടും നോർമലായ സൗണ്ട് അല്ല. അപ്പൊ ഇത് എന്തൊക്കെ ഈ പറഞ്ഞ മെയിൽ ഇട്ട് മറ്റേ ഇതിലേക്ക് ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് മെഴുകി അവസാനം എനിക്ക് ഹെഡ് മാറി വന്നു. അത്രയൊക്കെ പോരെ വണ്ടിക്ക് കംപ്ലൈന്റ്. അതായത് പുതിയൊരു വണ്ടി മേടിച്ച് അടുപ്പിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, 3 മാസം കൂടുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്, അടുപ്പിച്ചുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തന്നെ മനസ്സ് ചത്തൊരു വിധമായി നിൽക്കുകയാണ്. ഇതൊക്കെയാണ് എനിക്ക് കോമൺ ആയിട്ട് കിട്ടിയിരുന്ന കംപ്ലൈന്റ്. പിന്നെ ഈ ജോയ്സ്റ്റിക്കിന്റെ കേസ് പറഞ്ഞല്ലോ, അത് ഒരു വട്ടം സർവീസ് ചെയ്തതിന് ശേഷം ഇവൻ എന്റെ നെഞ്ഞെടുക്ക അല്ല, ഒരു വട്ടം സർവീസ് ചെയ്തതിന് ശേഷം വീണ്ടും മാറ്റിയ സാധനം വീണ്ടും കംപ്ലൈന്റ് ആയി. വെള്ളം തട്ടി ഈ സാധനം അപ്പൊ കംപ്ലൈന്റ് ആവും. ഇനിയിപ്പോ മഴക്കാലം വരുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നുണ്ട് വയ്യ ഇനി സർവീസ് സെന്ററിൽ കയറ്റി ഇറക്കാൻ. അപ്പൊ രണ്ടാമതും ഞാൻ ഈ സെയിം സാധനം മാറ്റി. ഓ നല്ല ടീം എന്തായോ. രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ തവണയും ഞാൻ ഈ സെയിം സാധനം വാറണ്ടിയിൽ മാറ്റി. മാറ്റാൻ തന്നെ അവർക്കുള്ളൊരു മോട്ട ഉണ്ടല്ലോ, കയ്യിൽ നിന്ന് എടുത്ത് തരുന്ന പോലെ അവന്മാരുടെ വിചാരം. വീഡിയോ എടുക്കണം, വണ്ടി വെക്കണം, കാണണം, അങ്ങനെ അതും മാറി. ഇതൊക്കെയായിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരുപാട് കംപ്ലൈന്റുകൾ. അപ്പൊ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇത്രയും നല്ല വണ്ടി മേടിച്ചിട്ട്, ഇത്രയും നല്ല പെർഫോമൻസ് തന്നിട്ട്, ഇത്രയും നല്ല കംഫർട്ട് തന്നിട്ട് അതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പ്രോപ്പർ ആയിട്ട് പറ്റുന്നില്ല. തീരെ പറ്റും. ഇപ്പൊ സർവീസുകാരുടെ ഒരു അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവരുടെ കയ്യിൽ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് അവരെങ്ങനെയെങ്കിലും പുതിയ കംപ്ലൈന്റ് വരുത്തി തരും. അതായത് സർവീസ് സെന്ററുകാരിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് അവരെങ്ങനെയെങ്കിലും പുതിയ കംപ്ലൈന്റ് എന്തെങ്കിലും ചെറിയ രീതിക്ക് പണിയൊപ്പിച്ച് തരും. അതവരെ ഒപ്പിച്ച് തരുന്നതല്ല. ഞാൻ കൊടുത്തിട്ടുള്ള സർവീസ് സെന്ററിൽ ഭൂരിഭാഗം പേർക്കും സർവീസ് ചെയ്യാൻ പ്രോപ്പറായിട്ട് അറിയില്ല. അവരുടെ കയ്യിൽ വണ്ടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും തരത്തിൽ ഒപ്പിച്ച് എന്തെങ്കിലും സീനാക്കി തരും, പണി അറിയാത്തതുകൊണ്ട്. അപ്പോ വണ്ടി എടുത്തിട്ട് ട്രിപ്പൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സർവീസ് ഒക്കെ കൊടുക്കുന്നതിന് ഒരാഴ്ച മുമ്പേലും കൊടുക്കുക. എനിക്കൊക്കെ പറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ട്രിപ്പ് പോണതിന് തലേദിവസം വണ്ടി കൊണ്ട് കൊടുക്കും, ജനറൽ ചെക്കപ്പ് ചെയ്താൽ വണ്ടി ഇറക്കും. വണ്ടി ട്രിപ്പ് തുടങ്ങുമ്പോഴേക്കും എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് അതിനുണ്ടായിരിക്കും. പെട്ടാ അതുപോലെ എന്നിട്ട് ആ കംപ്ലൈന്റ് വെച്ച് ആ ട്രിപ്പ് പോകും. അതൊക്കെയായിരുന്നു എന്റെ അവസ്ഥ. എന്റെ എന്നല്ല, ഭൂരിഭാഗം പേരുടെ അവസ്ഥ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ വണ്ടിയോട് വരുന്ന മടുപ്പ് കുറയ്ക്കാം. കോമൺ ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പ്രോ ഈ വണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും എന്താ പറയാ നെഗറ്റീവ് അടിപ്പിക്കില്ല. പക്ഷെ ഈ വക കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, എന്റെ ലൈഫിലൊന്നും തീരെ ടൈം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയ്ക്ക് വിഷമവും ഇറിറ്റേറ്റഡും ഫീൽ ചെയ്യാൻ കാരണം. സമയമില്ലാത്തത് കൊണ്ട് മാത്രം. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അതനുസരിച്ച് വണ്ടി സർവീസ് സെന്റർ കൊടുക്കാം, സ്പോട്ടിൽ ഇറക്കാം. പക്ഷെ എനിക്ക് സമയമില്ല. എന്റെ വർക്കും കാര്യങ്ങളും അങ്ങനെയാണ്, അത് എനിക്ക് സമയം ഉണ്ടാവാറില്ല. പ്രോക്ക് ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ വണ്ടിയിലേക്ക് പോവാം. കാരണം ഈ വണ്ടി അത്രയും പൊളിയാണ്. അത്രയും പൊളി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കംപ്ലൈന്റുകളല്ലാതെ വണ്ടിയുടെ നമുക്ക് കിട്ടേണ്ട കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടാവല്ലോ, കംഫർട്ട് ഇല്ല, പവർ ഇല്ല, ആ വക കാര്യങ്ങളൊക്കെ റോയൽ എൻഫീൽഡ് അടിപൊളിയായിട്ട് സെറ്റാക്കി ക്ലിയർ ചെയ്തിട്ടാണ് ഈ വണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്.
ഇപ്പൊ നമ്മൾ 411 കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 411 കമ്പയർ ചെയ്യാൻ പാടില്ല പറ്റില്ല എന്നൊക്കെ ചിലവർ പറയും. പക്ഷെ 411 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതില് കംഫർട്ടിന്റെ ഭാഗത്തോ ഇതിന്റെ ഭാഗത്തോ ഒരു ബുദ്ധിമുട്ടുകളില്ല. കംപ്ലൈന്റ് ഈ വക കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. കംഫർട്ടിന്റെ ഭാഗത്തൊന്നും വലിയ ഇഷ്യൂസ് ഇല്ല. അപ്പോ അതിന് പവർ ഒരു കാര്യം തന്നെയായിരുന്നു, പ്രശ്നം തന്നെയായിരുന്നു. ഹൈവേയിലൊക്കെ ക്രൂസ് ചെയ്യുമ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനം കൊണ്ട് 140 150 ഓപ്പൺ ഹൈവേ ആണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ക്രൂസ് ചെയ്ത് പോകും. അത് ചിലപ്പോൾ 411 പറ്റണം എന്നില്ല. അതൊക്കെയാണ് 411 ആയിട്ട് ഇത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പൊ വന്നിട്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജുകൾ. അല്ലാതെ എടുത്ത് പറയാനൊന്നും ലുക്കിന്റെ ഭാഗത്തുള്ള കാര്യങ്ങളൊന്നും ഇല്ല. സീറ്റിംഗ് പോസ്റ്റും കാര്യങ്ങളൊക്കെ സെയിം ആണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടത്, അറിയില്ല. ബാക്കി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംഫർട്ടിന്റെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ ആകെപ്പാടെ ലോങ് പോയിട്ടുള്ളത് ഗോവ പോയിട്ടുണ്ട്. അതൊക്കെ സ്ട്രെച്ച് ആയിരുന്നില്ല. ധനുഷ്കോടി പോയിരുന്നു, അതായത് തൃശ്ശൂർ ടു ധനുഷ്കോടി. അതെന്റെ ലൈഫിൽ ഈ വണ്ടി എടുത്ത് പിന്നെ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ഉള്ള റൈഡ് തന്നെയായിരുന്നു. അതായത് തൃശ്ശൂരിൽ നിന്ന് ഞാനൊരു 3 മണിക്ക് ഇറങ്ങിയിട്ട് ഞാൻ രാമേശ്വരത്ത്, എന്റെ മോനെ ചേട്ടാ, ഞാൻ രാമേശ്വരത്ത് എത്തുന്നത് 11:30 മണിക്കാണ്. ഒറ്റ ട്രക്കിൽ ഞാൻ അവിടെ നിന്ന് അടിച്ചു പോയിട്ടുള്ളത്, നേരെ പോയിട്ടുള്ളത് രാമേശ്വരത്ത് പോയി നിർത്തിയത്. പിന്നെ ഞാൻ ആകെ ചവിട്ടിയിട്ടുണ്ടായിരുന്നത് മധുരയിൽ മാത്രം. അതായത് ഹെൽമെറ്റ് ഒക്കെ ഊരുന്ന ഉള്ള പോലെ നമ്മൾ നിർത്തില്ല, ആ സ്റ്റോപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അത് അങ്ങനെ നിർത്തുന്ന മധുരയിലാണ്. തൃശ്ശൂരിൽ നിന്ന് വിട്ട് കഴിഞ്ഞ് കോയമ്പത്തൂർ എവിടെയോ നിർത്തി 2-3 ഫോട്ടോസ് എടുത്ത് നേരെ പോകുന്നത് മധുരയിലേക്കായിരുന്നു. വെള്ളം കുടിക്കുന്നതാ. നേരെ പോയത് മധുരയിൽ നിർത്തി. അത് മധുരയിൽ ഞാൻ നിർത്താനുണ്ടായ മെയിൻ കാരണം മഴയായിരുന്നു കേട്ടോ, മുടിഞ്ഞ മഴയായിരുന്നു. അപ്പൊ ഞാൻ ആ ഒരു റൈഡില് ഈ വണ്ടീനെ എന്തോരം സ്നേഹിച്ചിരുന്നു അറിയോ. കാരണം വഴി വിഷയത്തിനും തെന്നിമാറുന്നത് ഈ വഴി ഇതൊരു മൂട് വഴി തന്നെയാട്ടാ. രാവിലെ ഇറങ്ങുമ്പോൾ ചേട്ടാ മടിപ്പിച്ച് വണ്ടി പിടിച്ച് ഉച്ചയായി. ഈ വഴി കയറുമ്പോ കിട്ടുന്ന ഒരു മൂടുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതിന്റെ ഒരു ഫുട്ടേജ് ഈ വെള്ളച്ചാട്ടം മഴക്കാലത്ത് വന്നിട്ടൊരു ഫുട്ടേജ് ആയിട്ട്. അപ്പോ ഇതിന്റെ ഒരു കംഫർട്ട്, ഞാൻ അന്ന് പോയത് ഞാൻ ഭൂരിഭാഗം നേരവും എണീറ്റ് നിൽക്കുക. അതായത് സീറ്റിന് ഒരു പരിധി വരെ കംഫർട്ടബിൾ നമുക്ക് തരാൻ പറ്റില്ല, അതിന് ടൂറിംഗ് സീറ്റിലേക്ക് തന്നെ പോകണം. പക്ഷെ ഈ വണ്ടി തരുന്ന ഒരു കംഫർട്ട് ലെവൽ ഉണ്ടല്ലോ എന്റെ മോനെ. ഈ ഇത് പറഞ്ഞ പോലെ നിതംബങ്ങളൊക്കെ ഇഷ്യൂ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ ഞാൻ എണീറ്റ് നിൽക്കും. ഞാൻ എന്നല്ല, എല്ലാവരും അതിനെ ചെയ്യാം. എത്ര നേരം ഈ ഹാൻഡിൽ ബാർ ഒന്ന് റേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പൊളിയും. അപ്പൊ നമുക്ക് എണീറ്റ് നിന്ന് എത്രത്തോളം നേരം വേണമെങ്കിൽ റേസ് ചെയ്യാൻ പറ്റും. എന്റെ ഒരു ഹൈറ്റ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഹാൻഡിൽ ബാർ റേസ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഫീൽ ചെയ്തിട്ടില്ല. എന്താ റേസ് ചെയ്താൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവുന്നു മാത്രം, അല്ലാതെ എനിക്ക് വേറെ ഒന്നും തോന്നിയിട്ടില്ല. ബാക്കിൽ വണ്ടി ഉണ്ടോ? എന്റെ ടോപ്പ് ബോക്സ് കണ്ട് ഞാൻ പേടിച്ചു. എന്താ അവസ്ഥ? അപ്പോ ഈ വണ്ടിയുടെ സൈഡിൽ നിന്ന് നമുക്ക് വണ്ടിയുടെ സൈഡിൽ കാണാം. ഈ വണ്ടിയുടെ കംഫർട്ടബിളും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ മോനെ, ആദ്യം പറഞ്ഞ കംപ്ലൈന്റുകളൊക്കെ മാറ്റി നിർത്തിയ നീ വണ്ടിയുടെ സൈഡിൽ നിന്ന് നീ അത്രയും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പവറിന് പവർ ഉണ്ട്, കംഫർട്ടിന് കംഫർട്ട്. ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ എനിക്ക് അത്രയും പറഞ്ഞാലും മതിയാവില്ല ഇതിന്റെ കംഫർട്ടബിളിനെ പറ്റിയിട്ടും. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡിയോയിൽ നിന്നാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. മാരക പവർ തന്നെയാ. എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്നതിലും അപ്പുറം പവർ തന്നെയാണ്. എനിക്ക് ആകെപ്പാടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിന്റെ വെയിറ്റ് ആണ്. ഒരു പരിധി കഴിഞ്ഞ് വണ്ടി ചെരിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ ഒരു റീൽ ഇട്ടിട്ടുണ്ട്, അത് ഏകദേശം എനിക്കൊരു 1 മില്യൺ വ്യൂസ് കിട്ടിയതാ. അതായത് ഞാനൊരു ഷോർട്ട് പാൻറ് ഇട്ടുണ്ടായിരുന്നു, അത് വർക്കിന്റെ ഒരു അങ്ങനത്തെ ഒരു ടൈപ്പ് പാൻ്റ് ആയിരുന്നു. ആ സാധനം വെച്ച് എനിക്ക് വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. ഒരു പൊടിക്ക് ചെരിഞ്ഞു, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ പതുക്കെ അതവിടെ വെച്ചു, അതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല വെക്കല്ലാണ്ട്. അങ്ങനത്തെ ഇഷ്യൂസൊക്കെ എടുത്ത ടൈമിൽ വന്നിരുന്നു. പിന്നെ അത്യാവശ്യമൊക്കെ യൂസ് ടു ആയിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ വീഴുന്ന പ്രശ്നങ്ങളൊക്കെ മാറി. പോരാത്തതിന് വണ്ടിയുടെ പുറമെ ടോപ്പ് ബോക്സ് അതിൽ മിക്കപ്പോഴും ലോഡ് ഉണ്ടാവും. ഇപ്പോൾ ഓൾറെഡി ലോക്ക. അതുപോലെ തന്നെ ക്രാഷ് ഗാർഡ്, പിന്നെ എന്തൊട്ടൊക്കെയാ വെയിറ്റ് എന്ന് പറയുന്നതൊക്കെ തന്നെ മെയിനായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ
ക്രാഷ് കാർഡ് ഈ ലെഗൻഡറി കസ്റ്റംസിന്റെ കയറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ ക്രാഷ് കാർഡ് കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഷാസി ബ്രോക്കൺ കാണിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതുവരെ എനിക്ക് വന്നിട്ടില്ല, വരുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എവിടെയോ നല്ലൊരു പൊട്ടൽ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഈ കാർഡ് വെച്ചിട്ട് ആ പൊട്ടണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പനി സർവീസും തരില്ല. മൂഞ്ചി കുത്തി മാറിയിരിക്കാം. വേണ്ട, എഞ്ചിൻ ഹെഡ് മാറ്റിയപ്പോൾ അവിടെ ഒരു സിൽവർ പണി ചെയ്താൽ എന്നാൽ ഒരു മര്യാദയ്ക്ക് ചെയ്തു തരില്ല. പിന്നെ ഈ ഗാർഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മെറ്റൽ പാർട്ടിന്റെ സൗണ്ട് വരും. കോമൺ ആണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ എന്തോ ഒരു വാഷ് ഇട്ടിട്ട് ഈ ഒരു ഏരിയയിൽ ഒരു വാഷ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ആ സൗണ്ട് നമുക്ക് കളയാൻ പറ്റും. അതിന് പുറമെ ഓവറോൾ 17 ലിറ്റർ ടാങ്ക്. വേറെ എന്താ ബ്രോ വേണ്ടത് ഒരു ലോങ് ട്രിപ്പ് പോകുമ്പോൾ? 17 ലിറ്റർ ടാങ്ക് എന്താ വേണ്ട വേറെ അതിൻ്റെ അപ്പുറത്തേക്ക്? എനിക്ക് ഈ ടാങ്ക് ഒന്ന് ഇപ്പൊ ഞാൻ ഫുൾ ടാങ്ക് അടിച്ചിട്ടില്ല. ഫുൾ ടാങ്ക് അടിച്ച് എങ്ങനെ പോയാലും എനിക്ക് ലോങ് ആണെന്നുണ്ടെങ്കിൽ 400-430 കിലോമീറ്റർ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് കൂടുതലും ഹൈവേ ആയിരിക്കണം എന്നില്ല കേട്ടോ. മൗണ്ടെയിൻസ് ഇറങ്ങുമ്പോൾ സിറ്റുവേഷൻസിലാവാം, അങ്ങനത്തെ കുറെ സിറ്റുവേഷൻസിലാവാം. പിന്നെ സിറ്റി റൈഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ടാങ്ക് ടു ടാങ്ക് അടിക്കുമ്പോൾ എനിക്ക് 350 ആ റേറ്റിലേക്കൊക്കെയാണ് കംപ്ലീറ്റ് മൈലേജ് ആയിട്ട് കിട്ടാറ്. കംപ്ലീറ്റ് മൈലേജ് അല്ല, കിലോമീറ്റർ ആയിട്ട് കിട്ടാറ് ഫുൾ ടാങ്ക് ഫ്യൂല് ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് ആ സൗണ്ട് കേട്ടോന്ന് അറിയില്ല. അവിടെ ഒരു മെറ്റൽ പാർട്ടിന്റെ സൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഗാർഡിന്റെ ഒരു പ്രോബ്ലം. മോറോവർ ഇത്ര തന്നെയാണ് എനിക്ക് വണ്ടീനെ പറ്റി പറയാനുള്ളത്. ഈ കംപ്ലൈന്റ് മാറ്റി നിർത്തിയ വണ്ടി വരെ പൊളിയാ ബ്രോ, ധൈര്യമായിട്ട് എടുത്തോ. അപ്പോ അതിന് പുറമെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കംപ്ലൈന്റുകൾ ഈ വണ്ടിക്ക് ഞാൻ പെൻഡിങ് വെച്ചിട്ടുണ്ട്. ഇനിയും ഇത്ര ആളെൻ്റെ ഗോപ്രോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഒന്നും കൂടുതൽ സംസാരിക്കാണ്ടിരുന്നിരുന്നത്, വീഡിയോ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ ഗോപ്രോ ഉള്ള കാരണം ആ സർവീസ് സെന്ററുകാർ ഇനി എന്തെങ്കിലും മുട പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫോണും തൂക്കി പിടിച്ച് കൊണ്ടുപോയിട്ട് അവർ പറയണമൊന്നും ഒരു വീഡിയോ ചെയ്യാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ചെയ്യണമായിരുന്നു ഞാനതൊക്കെ. അതുകൊണ്ട് ഗോപ്രോ ആണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ഹെൽമെറ്റും വെച്ച് അവർ പറഞ്ഞ കേട്ടുന്നാ മതി. ആ ഓക്കെ, അങ്ങനെ ഇങ്ങനെ, ആ ശരി എന്നുള്ള രീതിക്ക് നിൽക്കായിരുന്നു. അപ്പോ ഇനി എന്തായാലും അവർ മുട കാണിക്കുക. അതായത് ചില കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ പെൻഡിങ് ഉണ്ടെന്ന്, അതൊക്കെ അവർ ഈ പറഞ്ഞ പോലെ ഇഷ്യൂസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ധൈര്യമായിട്ട് ഷോറൂമുകാരുടെ പേരും പറയാത്ത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറെ മുമ്പത്തെ കാര്യങ്ങളാണ്. വീഡിയോ ചെയ്യാൻ ലേറ്റ് ആയിന്ന് മാത്രം. അപ്പോ അപ്പോ ഇനി എന്തെങ്കിലും പ്രശ്നത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റോർ അടക്കം കാണിക്കാൻ പറ്റും.